2026 വിഷു വർഷഫലം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വ്യാപാര വിപണന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആദായമില്ലാത്തതുകൊണ്ട് നഷ്ടത്തിൽ പോകുന്ന ബിസിനസ്സൊക്കെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പൊതുവെ നേരത്തെ നടത്തി വെച്ചിട്ട് ഇന്ന് ബിസിനസ്സിൽ ലാഭം ഉണ്ടാവും, നാളെ ലാഭം ഉണ്ടാവും, അങ്ങനെ ചിന്തിച്ച് അവസാനം ഇപ്പോൾ വലിയൊരു നഷ്ടത്തിലേക്ക് കലാശിച്ചുകൊണ്ടിരിക്കുകയാണ് 2025. അപ്പം അതുകൊണ്ട് അവരതൊക്കെ ഒന്ന് വിട്ട് പുതിയ ഒരു തലത്തിലേക്ക് മാറാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കും. ഇനിയും സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കേണ്ടെന്ന് വെച്ചിട്ട് ആദായമല്ലാത്ത ബിസിനസ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. തൊഴിൽ മാറ്റം സംഭവിക്കാം. ഇപ്പോൾ ഒരിടത്ത് നിന്ന് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ അവിടെ നഷ്ടമായതുകൊണ്ട് അവിടെ അത് വിട്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് മാറാനായിട്ട് ആഗ്രഹിക്കും. കുടുംബത്തിലെ പലതരത്തിലുള്ള കലഹ സാധ്യതകളൊക്കെ വന്നുപെടുന്നുണ്ട്. പങ്കാളിത്ത ബിസിനസ്സും ഒക്കെ വിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് മേലധികാരികളുടെ അപ്രീതിയൊക്കെ ഉണ്ടാകാം. സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്നവരാണെങ്കിലും പ്രൈവറ്റ് ഉദ്യോഗത്തിലിരിക്കുന്നവർക്കാണെങ്കിലും മേലധികാരികളുടെയൊക്കെ അപ്രീതി വന്നു ഭവിക്കാം. അവരവരുടെ ആത്മാർത്ഥത കൊണ്ട് പല പ്രവൃത്തികളെയും തരണം ചെയ്തു പോകാനൊക്കെ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ സന്തോഷപ്രദമായിട്ട് പല കാര്യങ്ങളെയും നിങ്ങൾക്ക് നേരിടാനായിട്ട് കഴിയുന്നതാണ്. ഉന്നത പഠനം സാധ്യമാകുന്ന ഒരു വർഷമാണ്. വളരെ അനുകൂലമായിട്ടുള്ളൊരു മാറ്റം ഈ വിഷുവർഷ മധ്യത്തോടുകൂടി സാധ്യമാകുന്നതാണ്. ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നത് മൂലം സാമ്പത്തിക ബാധ്യതകൾ നല്ലതുപോലെ നിങ്ങളെ അലട്ടുന്നതാണ്. ചെലവുകൾക്ക് വേണ്ടി മാത്രം പണം കണ്ടെത്തേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരുന്നുണ്ട്. നീക്കിവയ്പൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു ഭവിക്കുന്നുണ്ട്. സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ഇതുവരെ കുട്ടികളില്ലാതിരുന്നവർക്ക് കുട്ടികൾ ഉണ്ടാകാനും സന്താന ഭാഗ്യമൊക്കെ കൈവരിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ്. അതോടൊപ്പം തന്നെ ഊഹാപോഹ കച്ചവടത്തിൽ പണം നിക്ഷേപിച്ചവർക്ക് നഷ്ടസാധ്യതകളും കാണുന്നുണ്ട്. ശാന്തമായ രീതിയിൽ എല്ലാ കാര്യത്തിലും ഇടപെട്ട് പ്രവർത്തിക്കുന്നത് മൂലം സൗമ്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ഒരു ശാന്തമായ അവസ്ഥയിൽ കൈകാര്യം ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകും. തൊഴിലിലെ പ്രൊമോഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായിട്ട് അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട്. പുത്രപൗത്രാദികൾക്ക് രോഗാരിഷ്ടതകൾ വന്നു ഭവിക്കുകയും അതുമൂലം ചികിത്സാ ചെലവുകളും ഒക്കെ ഉണ്ടാകുന്ന കാലമാണ്. നിങ്ങളെ മത്സര പരീക്ഷകളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് വിജയം ഭവിക്കാം. വ്യാപാര വ്യവസായ രംഗത്ത് തൊഴിൽ തർക്കങ്ങളും തൊഴിൽശാലകളിൽ ശമ്പള വർധനവിന് വേണ്ടിയിട്ടുള്ള സമരം പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്. സാമ്പത്തിക പരാധീനതകൾ നല്ലതുപോലെ അനുഭവിക്കുന്ന ഒരു വർഷമാണ്. എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും കഠിന പരിശ്രമവും കൊണ്ടൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പരാധീനതകളെ മറികടക്കാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. ബാങ്ക് ലോണുകളൊക്കെ ആശ്രയിച്ച് ഒരു നല്ല രീതിയിൽ തന്നെയുള്ള പരാധീനതകളെ നിങ്ങൾക്ക് മറികടക്കാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കണം. പുതിയ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ വന്നു ചേരാം. ഹനുമാന് കുങ്കുമാർച്ചനയോ അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നത്, ശനിയാഴ്ച ദിവസം ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് നല്ല ഒരു അനുഭവം ഉണ്ടാക്കുന്നതാണ്, ദോഷങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനായിട്ട്.